പട്ടിമറ്റം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ ഒ.പി. കെട്ടിട സമുച്ചയ ഉദ്ഘാടനവും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തിയതിന്റെ പ്രഖ്യാപനവും ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കുമെന്ന് പി.വി. ശ്രീനിജൻ എം.എൽ.എ. വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. അഗാപ്പ ഡയഗ്നോസിസ് കമ്പനിയുടെ നേതൃത്വത്തിലാണ് അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 3 കോടിയിൽ അധികം വരുന്ന ഒരു വലിയ തുക തന്നെയാണ് ശ്രീ തോമസ് സാറിൻ്റെ നേതൃത്വത്തിൽ അഗാപ്പ കമ്പനി നമുക്ക് ഇതിനെ തരികയും ആ പണി അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഏറ്റവും മികച്ച ഒരു ആരോഗ്യ കേന്ദ്രമായിട്ട് പട്ടിമറ്റം ആരോഗ്യ കേന്ദ്രം മാറുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെയുള്ള പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 27-ാം തീയതി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജാണ് ഉദ്ഘാടനത്തിന് ഇവിടെ എത്താമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. എല്ലാ ജനങ്ങളുടെയും വലിയൊരു പിന്തുണ നമ്മളിതിൽ ആഗ്രഹിക്കുന്നുണ്ട്. പട്ടിമറ്റം അഗാപ്പെ ഡയഗ്നോസ്റ്റിക് ലിമിറ്റഡിന്റെ CSR ഫണ്ടിൽ നിന്നും 3.5 കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്ത സുവിശേഷകനായിരുന്ന പ്രൊഫസർ M.I. യോഹന്നാന്റെ സ്മരണാർത്ഥമാണ് ആശുപത്രി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 11,000 ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ഭാവിയിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു CSR എയിം എന്ന് പറയുന്ന 2 ഇതിലാണ്. ഒന്ന് എഡ്യൂക്കേഷൻ, 2 ഹെൽത്ത്. ഇതിൽ 2ലുമാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ മുൻ ചെയർമാൻ പ്രൊഫസർ M.I. യോഹന്നാൻ സാറിൻ്റെ ഒരു വിഷൻ അനുസരിച്ചാണ് ഞങ്ങൾ ഈ 2 ഏരിയയിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഇവിടുന്ന് ആശുപത്രി അധികൃതർ സമീപിക്കുകയും തോമസ് സാർ അതിന് ഞങ്ങളുടെ MD ആയിരിക്കും തോമസ് സാർ അതിന് അപ്രൂവ് നൽകുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം 11,000+ സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ. ഇതിൻ്റെ അതർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി ഫയർ പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത്, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി എല്ലാവിധ സൗകര്യങ്ങളും ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ആവശ്യമായ മെഡിക്കൽ റിക്വയർമെൻറ്റ്സ്, അതായത് ഡോക്ടർക്ക് വേണ്ടിയുള്ള OP റൂംസ്, പിന്നെ ഈ ലാബറട്ടറി സെക്ഷൻസ്, പിന്നെ ഇതിൻ്റെ നഴ്സിംഗ് സ്റ്റേഷൻസ്, ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് ഹോസ്പിറ്റലായിട്ട് തന്നെ തീരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഇത് ഭാവിയിലേക്ക് നമുക്കത് കിടത്തി ചികിത്സിക്കാൻ തന്നെ സാധിക്കുന്ന രീതിയിലേക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള റാമ്പും അതിൻ്റെ ഫെസിലിറ്റീസും നമ്മളിത് ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് പോലെ തന്നെയാണ് ഇത് പണിതിരിക്കുന്നത്. ചടങ്ങിൽ അഗാപ്പെ ഡയഗ്നോസ്റ്റിക് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ തോമസ് ജോൺ മുഖ്യ അതിഥിയായിരിക്കും. യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ T. ഇബ്രാഹിം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജ അശോകൻ, മെഡിക്കൽ ഓഫീസർ KR ഇന്ദു, അഗാപ്പെ ഉദ്യോഗസ്ഥരായ പോൾ എബ്രഹാം, PR ശ്രീജിത്ത്, ബിജു ഫിലിപ്പ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CNews കേരള.